പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഒരു ദിവസവും കൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ ദിവസത്തിൽ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം, ദൈവത്തെ സന്തോഷിപ്പിക്കാം, അത് നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുന്നതിലൂടെ ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ എന്താണ് ഇന്ന് തമ്പുരാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. എത്ര പങ്കുവച്ചാലും, എത്ര തവണ വീഡിയോ ചെയ്താലും തീരാത്തത്ര കാര്യങ്ങൾ തമ്പുരാന്റെ സന്നിധിയിൽ സ്റ്റോക്കുണ്ട്. ഈ ലോകത്തോട്, തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എത്ര പറഞ്ഞാലും തീരാത്ത ആത്മീയ കൃപകൾ, ബോധ്യങ്ങൾ അവിടുത്തെ സന്നിധിയിലുണ്ട്. അത് കേൾക്കാനായിട്ട്, അവിടുത്തെ ആ ശബ്ദം കേൾക്കാനായിട്ട് നമുക്കൊന്ന് ഇരുന്ന് കൊടുക്കാൻ സാധിച്ചാൽ മാത്രം മതി. ഇന്ന് രാവിലെ ഞാൻ തമ്പുരാന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത ഇതായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇന്ത്യയിൽ, കേരളത്തിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ എന്തുമാത്രം ആളുകളാണ് ഓരോ ദിവസവും വിസ തട്ടിപ്പിൽ പെടുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റു പല ആളുകളെ വിശ്വസിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ അതുവരെയും സമ്പാദിച്ചിരുന്ന, കരുതി വെച്ചിരുന്നതെല്ലാം കൊണ്ട് ഈടുവെച്ച് ലോൺ എടുത്തും പലിശയ്ക്ക് മേടിച്ചും പലതരത്തിലും ഫണ്ട് തിരിച്ചു മറിച്ചും ഒക്കെ ആയിട്ട് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ഉള്ളതിൻ്റെ ഒരു 4 ഇരട്ടി 10 ഇരട്ടി സ്വത്ത് വർദ്ധിപ്പിക്കണം, സാമ്പത്തികമായിട്ട് ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള വലിയ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടി അന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഒരു മുൻപരിചയമില്ലാത്ത ആളുകൾക്ക് തങ്ങളുടെ പണം ഒരു ഈടുമില്ലാതെ, ഒരു രേഖയുമില്ലാതെ കൊണ്ട് കൊടുക്കുകയാണ്. ഒരു കുറച്ചു കാലം മുമ്പ് എറണാകുളം ജില്ലയിൽ നിന്നൊരു സഹോദരി എന്നെ വിളിച്ചു. ഒരു സ്ത്രീ 6 ലക്ഷം രൂപയാണ് ഒരു ജർമ്മനി പോകാനായിട്ട് ഒരു ടീമിന് കൊടുത്തത്. ഇവർ പറഞ്ഞു ഞങ്ങൾ അക്കൗണ്ട് വഴി തരാം. അവർ പറഞ്ഞു അത് പറ്റത്തില്ല, ക്യാഷായിട്ട് തന്നെ കൊടുക്കണം. അങ്ങനെ ക്യാഷായിട്ട് കൊടുത്തു. ഇവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ, വിസയും ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം കൊടുത്തു. എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് തട്ടിപ്പാണ്. തകർന്ന് തരിപ്പണമായി. ഇവരോട് പൈസ മേടിച്ചവർ അവർ വേറെ ആർക്കോ കൊടുത്തിരുന്നു. പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, 19 ലക്ഷം രൂപയാണ് ഒരു സ്ത്രീ കാനഡയിൽ പോകാനായിട്ട് ഒരു ടീമിന് കൊടുത്തത്. 19 ലക്ഷം രൂപ. അവർ കാനഡയിൽ ചെന്നു. ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി കാനഡയിൽ ചെന്നപ്പോൾ ഇവര് പൈസ മേടിച്ച ടീമുകൾ കൊടുത്ത അഡ്രസ്സിലുള്ള കമ്പനി ഒരു ജോലിക്ക് ആളെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ട് തന്നെ കാലങ്ങളായെന്നാണ് പറഞ്ഞത്. 1 വർഷത്തിനുള്ളായിട്ട് അവർ ഇന്ന് വരെയും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല പോലും. പറഞ്ഞു മനസ്സിലായി? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മനുഷ്യന്മാർക്കെല്ലാം പറ്റുന്ന കുഴപ്പം എന്താണെന്നറിയോ? ഇവരെല്ലാം പോയിട്ട് ഈ മറ്റ് ദുഷ്ടരായ മനുഷ്യർ ഒരുക്കുന്ന കെണികളിൽ പോയിട്ട് വീഴുന്നതിൻ്റെ ഒരു കാരണം, ഇവർ ഈ ഭൗതികമായിട്ടുള്ള രക്ഷപ്പെടലിനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ 1000-1 പോലും ഇവർ ആത്മീയമായിട്ട് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഭൗതികമായിട്ട്, സാമ്പത്തികമായിട്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്നതിനെ കുറിച്ചും പിന്നെ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനെ കുറിച്ചും ചിന്തിക്കുന്നതിന്റെ ഒരു 1000-1 അംശം പോലും ഇവർ ആത്മീയമായിട്ട് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം പറയുകയാണ്, ആദ്യം നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കി അവയോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പക്ഷേ ഈ ലോകത്തിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആയുസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 60 അല്ലെങ്കിൽ ഒരു 70 കൂടുതലൊന്നും വരാൻ സാധ്യത 99% ഇല്ല ഇനിയുള്ള കാലത്ത്. ഇപ്പൊ തന്നെ ആൾക്കാർ 35, 40, 45, 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും അറ്റാക്ക് വന്നു, എന്തെങ്കിലും ഒരു രോഗം വന്നു നോക്കിയിട്ട് ആൾക്കാർ മരണപ്പെടുകയാണ്. ഈ കുറഞ്ഞ ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ അവന്റെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ, നേടിയെടുക്കാനായിട്ട് അവന് ഈ കിടന്നുള്ള മരണപ്രാണമൊന്നും കളിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു മനസ്സിലായോ? ഈ മരണപ്പാച്ചിലൊന്നും ഭാവിയോ മരണപ്രാണം കളിക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. ആദ്യം അവൻ ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുന്നതെങ്കിൽ, ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവന് ആവശ്യമുള്ളത് അവന്റെ സ്വർഗസ്ഥനായ പിതാവ് തന്റെ പുത്രനിലൂടെ, തന്റെ പരിശുദ്ധാത്മാവ് വഴിയായിട്ട് ഈ ലോകത്ത് ഒരുക്കുന്നുണ്ട്. പക്ഷേ അത് കണ്ടെത്താനോ അത് അനുഭവിക്കാനോ ഇവന് സാധിക്കാത്തത്, ഇവൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. ഇവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ മുഴുവൻ സ്വാർത്ഥതയുടേത് മാത്രമാണ്. ഇവന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് കാര്യം നടത്തി കിട്ടണം. ഇപ്പം വിസ കിട്ടണം, ഗൾഫിൽ പോകാനായിട്ട് വിസ കിട്ടണം, അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ജോലി കിട്ടണം, അല്ലെങ്കിൽ
അങ്ങനെ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ഇപ്പം ആലപ്പുഴ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കുന്നു, പിന്നെ നൊവേന പള്ളികളിൽ പോയിട്ട് പിന്നെ ഇത്ര ആഴ്ച നൊവേന പങ്കെടുക്കാമെന്ന് നേർച്ച നേരുന്നു, ഏകദിന ധ്യാനത്തിന് പോകുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ നടക്കും. ഈ കാര്യങ്ങൾ നടത്തി കിട്ടിക്കഴിയുമ്പോൾ ഈ കർത്താവിൽ നിന്ന് സൗഖ്യം സ്വീകരിച്ചു പോയ 10 കുഷ്ഠരോഗികളിൽ 9 പേരുടെ അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അനുഗ്രഹിക്കും, നമുക്ക് ആവശ്യമുള്ളത് തരും. പക്ഷേ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം ഒരു നന്ദി നിറഞ്ഞതായിരിക്കുന്നില്ലെങ്കിൽ ഈ അനുഗ്രഹം സ്വീകരിച്ച് ആ അനുഗ്രഹം തന്ന ദൈവത്തോട് ചേർന്ന് പിന്നീടുള്ള ജീവിതം ചെലവഴിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയോ? ദൈവം അനുഗ്രഹിച്ചു, പക്ഷേ ആ അനുഗ്രഹം നമ്മളിൽ നിലനിൽക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഈ അനുഗ്രഹം, നമുക്ക് ലഭിച്ച അനുഗ്രഹം നമ്മളിൽ എന്തും നിലനിൽക്കാൻ വേണ്ട ആ കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യണം. അത് നിലനിൽക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമയായിരിക്കണം. ഈ നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തിന്റെ ഉടമയായിരിക്കണം നമ്മൾ. അതിനുശേഷം രണ്ടാമത് ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയായിരിക്കണം. പറഞ്ഞു മനസ്സിലായോ? എങ്കിൽ മാത്രമേ നമ്മൾക്ക് പകർന്നു തന്ന ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തത്തുള്ളൂ. ഇപ്പം ഒരു കുഷ്ഠരോഗി നന്ദി പറയാനായിട്ട് തമ്പുരാന്റെ സന്നിധി ചെന്നപ്പോൾ തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബാക്കി 9 പേരെവിടെ? ഈ 9 പേരുടെ ജീവിതത്തെക്കുറിച്ച് പിന്നെ ഒന്നും സുവിശേഷം പറയുന്നില്ല. പക്ഷേ ആ 9 പേരുടെ പ്രതിനിധികൾ ഇന്ന് ഈ ലോകത്ത് പലയിടത്തും ജീവിച്ചിരിപ്പുണ്ട്. തമ്പുരാന്റെ അനുഗ്രഹം സ്വീകരിച്ചിട്ട് ആ അനുഗ്രഹം ജീവിതത്തിൽ പിന്നെ ഒരു കൃപയായിട്ട് മാറാതെ പിന്നീട് അതൊരു ദുരന്തമായിട്ട് മാറിയ അവസ്ഥകൾ. അതായത് ആ അനുഗ്രഹം കൊണ്ട് പിന്നീട് ഏതാനും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ അനുഗ്രഹത്തിലുപരിയായിട്ട് അത് മറ്റൊരു അവസ്ഥയിലേക്ക് മാറിയ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പലരുമുണ്ട്. പറഞ്ഞു മനസ്സിലായോ? പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ താൽക്കാലികമായിട്ട് അപ്പോഴത്തെ കാര്യങ്ങൾ അന്നന്നത്തെ അപ്പത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് അതിനുവേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് തിരുവചനത്തിൽ മുഴുനീളം പറയുന്നുണ്ട്, പല സ്ഥലത്ത് പറയുന്നുണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം, 1 തെസ്സലോനി 5-ാം അധ്യായം 17-ാം വാക്യം, നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥനയെക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു ഭാഗം ഏതാണെന്നറിയോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, ഗത്സമനിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അതായത് പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ശരിക്കും ഈശോ ശിഷ്യന്മാരോട് മാത്രമല്ല, ഈ ലോകത്തുള്ള തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന, തന്റെ നാമം സ്വീകരിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളോടും ഈശോ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്: പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ലാണ് പറയുന്നത്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ശരീരത്തിലാണ് മൊത്തം പ്രശ്നങ്ങൾ. പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ശരീരത്തെ പ്രലോഭനത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന ആ സാത്താനെ കീഴ്പ്പെടുത്തണമെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ശരീരത്തെ നമ്മൾ തളയ്ക്കണം, ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കണം. അതല്ലാതെ ശരീരത്തെ മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകൊടുക്കരുത്, മനസ്സിന് ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കരുത്. പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ശരീരത്തെ ആത്മാവിനോട് ചേർക്കണം. ഇപ്പൊ നമ്മൾ ഈ കടയിൽ ഇരുമ്പ് വരെ പൊട്ടിക്കാവുന്ന ഒരു പശ കിട്ടും, എംസീൽ എന്നാണ് അതിന്റെ പേര്. ആ കവർ തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ നിങ്ങൾ ഒരു തിരി പോലെ 2 കവറിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് 2 സാധനം കിട്ടും, 2 വസ്തുക്കൾ. അത് 2 കളറാണ്. അതിനെ എന്ത് ചെയ്യണം? നന്നായിട്ട് ഒരുമിച്ച് കൂട്ടി മിക്സ് ചെയ്യണം, നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യണം. അതിനുശേഷം മാത്രമേ അത് എവിടെയെങ്കിലും ഒട്ടിച്ചാൽ അത് യഥാർത്ഥ ഒരു പശയുടെ ഗുണം, ഒരു പശയുടെ സ്വഭാവം അത് കാണിക്കത്തുള്ളൂ. 2 നന്നായിട്ട് മിക്സ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയുടെ ഒരു ആത്യന്തിക ഫലമെന്ന് പറയുന്നത് ഇതാ: യഥാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ഇവിടെ സംഭവിക്കേണ്ടത് എന്നാണെന്നറിയോ? നീയും ദൈവവുമായിട്ട് നടത്തപ്പെടേണ്ട ഒരു മിക്സിംഗ് ഉണ്ട്. നീ ദൈവത്തിലും ദൈവം നിന്നിലുമായിട്ട് ഒന്നായി ചേരുന്ന ഒരവസ്ഥയ്ക്കാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനയുടെ ആത്യന്തിക ഫലം അതാണ്. യഥാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നിന്നിൽ ദൈവവും നീ ദൈവത്തിലുമായിട്ട് ഒന്നായി ചേരുന്നൊരവസ്ഥ. അവിടെ പിന്നെ നിന്നെ ദൈവത്തെ വേർതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. യേശുവിന്റെ ജീവിതം അതായിരുന്നു. യേശു പരസ്യ ജീവിതകാലത്ത് പ്രത്യേകിച്ചും അതിനു മുമ്പും അവിടുന്ന് ഏറ്റവും കൂടുതൽ തന്നെ പിതാവിന്റെ സന്നിധിയിൽ അവിടുന്ന് പ്രാർത്ഥനയിലായിരുന്നു. പിതാവിനെ അവിടുന്ന് അനുഭവിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ പറ്റുന്നതിൽ 1000 ഇരട്ടി ആയിട്ട് ഈശോ പീഡകൾ അനുഭവിച്ചപ്പോഴും പിതാവിനെ ഒരു നിമിഷം പോലും തള്ളി പറയാതിരുന്നത്. കാരണം പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതിൽ അപ്പുറമായിട്ട് യേശു ഒരു നിമിഷത്തിൽ പോലും മറ്റൊന്നും മാറി ചിന്തിച്ചിരുന്നില്ല. പറഞ്ഞു മനസ്സിലായോ?
ഗത്സമൻ തോട്ടത്തിൽ വെച്ചിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വെളിപ്പെടുത്തി കിട്ടിയതല്ല. പിതാവെ ഇതാണ് അവിടുത്തെ ഇഷ്ടമെങ്കിൽ അത് നിറവേറട്ടെ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ. കുഞ്ഞുനാളിൽ ബാല്യം മുതൽ തന്റെ അമ്മയിലൂടെ സ്വർഗീയ അപ്പനാണ്, പിതാവാണ് നിന്റെ അപ്പൻ എന്നുള്ള ആ പൊരുള്, ആ സത്യത്തെ വെളിപ്പെടുത്തി കിട്ടിയ നിമിഷം മുതൽ ആ പുത്രൻ യേശു പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിച്ചു തുടങ്ങി, പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് തുടങ്ങി. അതുകൊണ്ടാണ് ആ കാൽവരിയിൽ വെച്ച് പൂർണ്ണമായിട്ടും അത്രയെല്ലാം പീഡകളുടെ മുമ്പിലും തന്നെ പൂർണ്ണമായിട്ട് ആ പിതാവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാനായിട്ട് പുത്രന് സാധിച്ചത്. ആ പുത്രൻ പറയുകയാണ്, ഞാൻ ചെയ്തതിനേക്കാളും വലിയവയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, ഞാൻ ചെയ്തതിനേക്കാളും ഒട്ടും കുറവില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എന്ത് ചെയ്യണം? നിന്റെ സ്വപ്നങ്ങളെയും നിന്റെ ആഗ്രഹങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നീ നിന്റെ പിതാവിന്റെ, നിന്റെ അപ്പന്റെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടത്തിന് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കണം. പറഞ്ഞു മനസ്സിലായി? അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് നോക്കാറുണ്ട് ചില കാര്യങ്ങൾ, പ്രാർത്ഥിച്ച് നോക്കാറുണ്ട് ചില കാര്യങ്ങൾ. എന്താണെന്നറിയാമോ? വലിയതായിട്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിച്ച് നോക്കുക. എന്താ? പിതാവേ ഇത് അവിടുത്തെ ഇഷ്ടമാണ്, ഈശോയെ ഇത് അവിടുത്തെ ഇഷ്ടമാണോ? അപ്പൊ ഈശോ പറയാ അതെന്റെ ഇഷ്ടമല്ല, നീ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആഗ്രഹം കൊണ്ട് ഉപേക്ഷിക്കും. അത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് നിറവേറ്റും. ഒരിക്കൽ ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയില്ല, എനിക്കൊരു ഒമിനിവാൻ ഉണ്ടായിരുന്നു, അത് പ്രയോജനമില്ലാതെ വീട്ടിൽ കിടക്കുമായിരുന്നു. അത് വിറ്റിട്ട് ഒരു ഓട്ടോറിക്ഷ എടുക്കാമെന്ന് വിചാരിച്ചു. ഓട്ടോറിക്ഷ എടുത്താൽ അതുകൊണ്ട് അത്യാവശ്യം ഓടി ജീവിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത്, അവൻ എറണാകുളത്ത് ടാക്സി ആയിട്ട് ഓടിച്ചുകൊണ്ടിരുന്നൊരു കാറുണ്ട്, അത് വലിയ വിലയൊന്നുമില്ല, ഒരു 83,000 രൂപയാണ് അവനോട് ചോദിച്ചത്. അങ്ങനെ 80,000 രൂപയ്ക്ക് എനിക്ക് കിട്ടി. ഇതിനു മുമ്പ് ആ വണ്ടി എന്നോട് പറഞ്ഞു 3 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പം അതെടുക്കാനായിട്ട് ഞാൻ പിതാവിനോട് ഈശോയോട് പ്രാർത്ഥിച്ച ആലോചന ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു എടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വണ്ടി നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരു മനസ്സുമില്ലായിരുന്നു. കാരണം ആക്സിലേറ്ററിന്റെ കാല് കൊടുത്താൽ കട്ട പുകയാണ് വരുന്നത് കറത്തിട്ട്. പക്ഷേ ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നത് അത് എടുക്കാൻ. പ്രിയപ്പെട്ടവരെ, ഞാനത് എടുത്തു. എൻ്റെ ജീവിതത്തിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഞാൻ അതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ആ ഒരു കാലഘട്ടം എൻ്റെ മൂത്ത മോളുടെ വിദ്യാഭ്യാസത്തിനടക്കമുള്ള സാമ്പത്തികം എനിക്ക് ആ ഒരു വാഹനത്തിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. ഞാൻ അതുപയോഗിച്ച് ലൈനിലെ സാധനങ്ങൾ സപ്ലൈ ചെയ്തൊരു പരിപാടി തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് കാലം മുതൽ ഇങ്ങോട്ട് ഓരോ കാര്യങ്ങളും വിലയിരുത്തി നോക്കുമ്പോൾ ബുദ്ധിയുടെ തലത്തിൽ ഈ ലോകത്തിന്റെ തലത്തിൽ മാനസികമായ തലത്തിൽ ഏറ്റവും മണ്ടത്തരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആണ് ഈശോ പലപ്പോഴും ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ചെയ്തപ്പോഴൊക്കെയും ആത്യന്തികമായ വലിയ സ്വർഗീയ അനുഗ്രഹങ്ങൾ എനിക്ക് സ്വീകരിക്കാനായിട്ട്, സ്വർഗീയ കൃപകൾ എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് സ്വർഗം ചൂണ്ടിക്കാണിക്കുന്ന ആ ലോകത്തിൻ്റെതായ മണ്ടത്തരങ്ങളെ സ്വീകരിക്കാനായിട്ട്, അത് ചെയ്യാനായിട്ട് തയ്യാറായാൽ മാത്രമേ നിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരുള്ളൂ. പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവവും നീയുമായിട്ടുള്ള ഒരു ഒട്ടിച്ചേരൽ, ഒരു ഒന്നായിത്തീരൽ അവിടെ സംഭവിച്ചിരിക്കണം. ഇന്ന് ചില സ്ത്രീകളൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട് വിളിക്കുമ്പോൾ പറയുന്നൊരു ഒരു ഡയലോഗുണ്ട്. എൻ്റെ ബ്രദറെ, ഞാൻ എൻ്റെ മക്കളെ നല്ല ദൈവഭക്തിയിലും നല്ല ദൈവവിശ്വാസത്തിലും ഒക്കെയാണ് വളർത്തിയത്. എൻ്റെ മക്കൾ വഴിതെറ്റി പോകത്തില്ല. അവരെവിടെ ചെന്നാലും അവർ വളരെ എന്താ പറയുക, സൽസ്വഭാവികളായിട്ട് ജീവിക്കത്തുള്ളൂ. അവർ ദൈവത്തിന് ഒരു ഉതകാത്ത ഒന്നും ചെയ്യത്തില്ല, ഒന്നും പ്രവർത്തിക്കത്തില്ല. പക്ഷേ ഈ കെട്ടിവന്ന മരുമകളെ കുറിച്ച് പറയുമ്പോൾ അവളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കുറവുകളും കുറ്റങ്ങളും മാത്രമേ പറയാനുള്ളൂ. ഇവര് വളർത്തിയ മക്കള് അവരെവിടെ പോയാലും സൽസ്വഭാവികളും വിശുദ്ധരും ഒക്കെയാണ്. പക്ഷെ കെട്ടിക്കയറി വന്ന മക്കള് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ എല്ലാം വിരുദ്ധത മാത്രമാണ്. അങ്ങനെ ഒരു ദൈവകൃപയുള്ളൊരു ഒരു വ്യക്തിയാണ് ഈ സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വാക്ക് പറയാനായിട്ട് അവിടെ ഇടവരുന്നു. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവകൃപ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏതൊരവസ്ഥകളെയും, അതായത് ആ കെട്ടിക്കയറി വന്ന ആ മരുമകളെ വളർത്തിയത് മറ്റൊരു കുടുംബത്തിലുള്ള മറ്റൊരു അപ്പനും അമ്മയാണ്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും, അവരുടേതായ രീതിയിലായിരിക്കും അവർ വളർത്തിയിട്ടുണ്ടാകുക. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ ഈ മറ്റുള്ളവരൊക്കെ തങ്ങളുടെക്കാരും മേന്മയില്ലാതെ കാണുകയും തങ്ങളെക്കാരും മോശമായിട്ട് കാണുകയും അവയൊക്കെ എന്നാ പറയട്ടെ ഉൾക്കൊള്ളാൻ പറ്റാതെ കിടന്ന് വിഷമിക്കുകയൊക്കെ ചെയ്യുന്ന പലരുമുണ്ട്. പക്ഷെ എന്തിനേയും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കൃപ വേണം. നല്ലതിനെ ഉൾക്കൊള്ളാനും മോശമായതിനെ തള്ളിക്കളയാനും നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈശോയുടെ ജീവിതത്തിൽ ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നവനാണ്, രോഗികൾക്ക് സൗഖ്യം കൊടുത്തിരുന്നവനാണ്, അപ്പം വർദ്ധിപ്പിച്ച്
ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ വിശപ്പ് അകറ്റിയവനാണ്, കടലിനെ ശാന്തമാക്കിയവനാണ്. പക്ഷേ അന്ന് വരെയും അനുഭവിച്ചിട്ടില്ലാത്ത, വർണ്ണിക്കാൻ പറ്റാത്ത ആ പീഡകൾ സ്വീകരിക്കുവാനായിട്ട് ഈശോ തയ്യാറായെങ്കിൽ അതിൻ്റെ പിന്നിൽ ആ അപ്പനും മകനും തമ്മിലുള്ള ആ ആഴമായ ബന്ധം അത്ര ദൃഢമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കൊണ്ട് ഏറ്റവും വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു മേഖലയാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സ് എത്രമാത്രം വിശുദ്ധീകരിക്കപ്പെടുന്നു, എത്രമാത്രം ഒരുക്കപ്പെടുന്നു, അതിനനുസരിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ നമുക്ക് വിശുദ്ധമായിട്ട് കാണാനായിട്ട്, വിശുദ്ധമായിട്ട് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂ? ഒരിക്കലുമില്ല. പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് നമുക്ക് സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മളിപ്പോൾ ഒരു യാത്ര പോവുക, നമ്മുടെ പേഴ്സ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പേഴ്സിൽ നിന്ന് ഒരു പൈസ നഷ്ടപ്പെട്ടു പോയി. ആ പ്രശ്നത്തെ നമുക്ക് ഏത് വിധത്തിൽ ഉൾക്കൊള്ളാം? രണ്ട് വിധത്തിൽ നമുക്ക് ആ പ്രശ്നത്തെ നമുക്ക് അഭിമുഖീകരിക്കാം. ഒന്ന്, ആ പൈസ പോയതിനെ കുറിച്ച് ഓർത്ത് ആ യാത്രയുടെ അവസാനം വരെ നമുക്ക് അത് ഓർത്ത് ഇങ്ങനെ ദുഃഖിച്ചും അസ്വസ്ഥപ്പെട്ടും ആകുലപ്പെട്ടും നീറിയും ഒക്കെ ആയിട്ട് സമയങ്ങൾ ആ യാത്രയുടെ എല്ലാ സന്തോഷങ്ങളും കളഞ്ഞു കുളിക്കാം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ, അത് അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് അത് കിട്ടാവുള്ളേ, അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് അത് കിട്ടാവുള്ളേ, ആ വ്യക്തിക്ക് അത് കിട്ടിയത് മൂലം ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടണേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ പൈസ നഷ്ടപ്പെട്ടതിലൂടെയുള്ള ആ സമാധാനക്കേട് അവിടെ തീർന്നു. പറഞ്ഞു മനസ്സിലായത്? പ്രശ്നമെന്ന് പറയുന്നത് അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഏത് പ്രശ്നവും. ഇപ്പൊ ജീവിതത്തിലേക്ക് ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നം, ഒരു വിഷയം കടന്നു വരുമ്പോൾ അതിനെ വളരെ മനോഹരമായിട്ട് പരിഹരിക്കുന്നത് നമ്മുടെ ഉൾക്കാഴ്ചയാണ്, ആ ദൈവത്തോടുള്ള നമ്മുടെ ആഴമായ ബന്ധം. അതില്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നമ്മൾ തീരും. സാത്താൻ നമ്മുടെ മുമ്പിൽ ഒരുക്കി ഉയർത്തി കെട്ടിയിരിക്കുന്ന ആ വന്മതിൽ കോട്ടയെ ചാടിക്കടക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇടിച്ച് നിരത്തി പിന്നെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് താൽക്കാലിക ആവശ്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ദൈവവുമായിട്ട് ഇഴുകിച്ചേരുന്ന ഒരു അനുഭവത്തിലേക്ക് നിന്നെ വളർത്തുന്ന ഒന്നായി മാറണം നിന്റെ പ്രാർത്ഥന. അതിനായിട്ട് നിരന്തരം പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. 1 തെസ്സലോനി 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ പറയുന്നതോടെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം. പറഞ്ഞു മനസ്സിലായോ? ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിലും ഈ ഒരു ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ പതിയാൻ ഇടവരട്ടെ. നിങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും ദൈവമഹത്വം കൊണ്ട്, ദൈവം തരുന്ന സമാധാനം കൊണ്ട്, സന്തോഷം കൊണ്ട് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.